വരൂ നമുക്കൊരു ജെട്ടി കഥ പറയാം. അല്പ സെക്സാണ്, എല്ലാവരും മാറിപ്പോവുക. ഇത് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ മതി, അത്യാവശ്യം ഒളിച്ച് രഹസ്യമായിട്ടിരുന്ന് കണ്ടാൽ മതി. ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവുകയാണ്. കുറേ ദിവസമായി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ഒരു ടെൻഷനാണ്, കൺഫ്യൂഷനാണ്. ഈ പെങ്കൊച്ച് എന്താ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നതെന്ന്. എപ്പോൾ നോക്കിയാലും ഇവിടെ അരയും കുറേ ആയിട്ടാണ് പ്രത്യക്ഷപ്പെടുക. ഏത് നേരവും മിക്കവാറും വീഡിയോസിലൊക്കെ ഇവിടെ അരയും കുറേ ആയിട്ടാണ് വരുന്നത്. അതിപ്പം അത് ബോളിവുഡ് അങ്ങനെയാണല്ലോ, ഹോളിവുഡും ബോളിവുഡും ഒക്കെ അങ്ങനെയാണ്. അരയും കുറേ ഇട്ടാലേ ഒരു രസമുള്ളൂ. പണ്ട് 1995 നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇച്ചിരി അരയും കുറേ ഇട്ടുകൊണ്ട് ഊർമിള വന്നത്. ഏതിനാണ്? രംഗീല സിനിമയ്ക്കകത്ത്. അന്ന് വന്നപ്പോൾ എന്തുവായിരുന്നു ബഹളം. ഞാനൊക്കെ നോക്കുമ്പോൾ അവിടെ ബ്ലാക്കിൽ 150 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ സിനിമ കാണാനായിട്ട് തള്ളി കയറി പോയിട്ടുണ്ടായിരുന്നത്. ആര് പോയെന്ന് വെച്ചാൽ ഞാൻ തന്നെ അന്നതൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നമ്മളന്ന് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്. അപ്പം അന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്. അത് തള്ളി കയറി ഉന്തി തള്ളിക്കൊണ്ട് അങ്ങനെ കയറിപ്പോയി നിന്ന് ഞാനങ്ങനെ നോക്കി കണ്ട് സംതൃപ്തിയായി. നോക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കോളേജിലുള്ള സർവത്ര മനുഷ്യരോടെയുണ്ട്. 150 രൂപ ബ്ലാക്കിൽ കിട്ടിയ സാധനം കൊണ്ട് എല്ലാവരും വന്നിരുന്ന് കണ്ട കാര്യമാണ്. ഈ വിഷയവും ആ വിഷയവും തമ്മിൽ എന്താ മാച്ചപ്പ് എന്ന് വെച്ചാൽ ഇപ്പം ഇത് സർവ്വസാധാരണമാണ്. അന്നത് പ്രശ്നമായിരുന്നു. അന്ന് ഊർമിള ഇട്ടുകൊണ്ടോടിയ ബനിയൻ്റെ അകത്ത് വല്ലതും ഉണ്ടായിരുന്നു എന്നുള്ള ടെൻഷൻ നമുക്ക് അന്ന് ഭയങ്കര സംശയമായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്കഷൻ നടത്തി. ഇപ്പം എൻ്റെ പ്രശ്നം ഈ പെണ്ണുമ്പിള്ളയുടെ അകത്തുള്ള ഇന്നറാണ്. അതായത് പാൻറ്റീസ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവർ ഒരു കാറിൽ വന്ന് ഇറങ്ങണം, നടന്ന് പോവുകയാണ്. അപ്പുണ്ട് ഒരു അപ്പാപ്പൻ അതുവഴി പോയിട്ട് പറഞ്ഞാൽ ആ പെങ്കുച്ചിന് ജട്ടി ഇട്ട് കൊടുക്കുകയാണ്. കൊച്ചു ഉള്ളയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞത്. ചിലപ്പോൾ ചില കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര വണ്ണമാണേ. അപ്പം അപ്പാപ്പന് തോന്നിയിട്ടുണ്ടാവും ഇത് കൊച്ചു വാവയാണ്, ആരും ജട്ടി ഇടാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജട്ടി ഇട്ടുവിടെന്ന് പറഞ്ഞു. കേൾക്കണ്ടേ? അതൊന്ന് കേട്ടോ. गोल्डन ड्रेस, उसमें एक महाशय आते और बोलते हैं कि यस कि चड्डी पहना इसको, इसके ऊपर क्या कमेंट है? ജട്ടി ഇട്ടുവിടുന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പം ജട്ടി ഇട്ട് കൊടുക്കാത്തതല്ല എന്നുള്ളതാണ് പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. ഒരു വലിയ ഇന്റർവ്യൂ ഉണ്ടായിരുന്നതിന് ശേഷം ഇതെന്താ ഇങ്ങനെ, നീ എന്ത് ജട്ടി ഇടാത്തത്, ആ ഇന്റർവ്യൂ ഒന്ന് കേട്ടാലോ? അതൊന്ന് കേൾക്കാം. गोल्डन ड्रेस, उसमें एक महाशय आते और बोलते हैं कि यस कि चड्डी पहना इसको, इसके ऊपर क्या कमेंट करना है? क्या आपने देखा था मैंने चड्डी पहना था या नहीं? नहीं, हमने नहीं देखा. ऑफ कोर्स बिना चड्डी के कोई बाहर नहीं निकलेगा, राइट? करेक्ट. आईडी भी मेरे को पूछ रहा था ऐसा कैसे कोई बिना चड्डी इसमें बीच में बात कर रहा है, तू चुप है, उसको बोलने दे. बाहर जाता है. मैंने उसको बोला ऐसा सब कुछ है नहीं, वो अमीर लोग हैं, उन लोग का एक अलग चड्डी रहता है, वो नाड़े वाला चड्डी है, वो पहनी रहेगी. मैंने थॉन्ग्स पहने थे, जिसे थॉन्ग्स बोलते हैं. मैंने स्ट्रिप ऊपर करके रखी थी. हाँ करेक्ट वही थॉन्ग्स मैंने पहना था, पहली बात. दूसरी बात, लोग बोलते हैं कि अनकंफर्टेबल खुद हो रही है. हाँ भाई अनकंफर्टेबल नहीं हो रही थी. ओ ऑब्वियसली मुझे पता है कि इसमें मेरे लेग्स दिखेंगे, इसमें मेरे हाथ दिखेंगे, मुझे कितना दिखाना है कितना नहीं. नहीं हमने नहीं देखा. हवा चल रही थी, क्या मैं उड़ा के पूरा शो करती? करेक्ट. नहीं, मैंने उसको ढका. मैं अनकंफर्टेबल नहीं फील कर रही थी, क्योंकि वरना फिर मेरा ऊप्स मोमेंट क्लिक हो जाता. फिर बोलते कि देखो ऊप्स मोमेंट, कपड़े संभाले नहीं जाते तो पहनते क्यों हैं? ऊप्स? अरे काय का ऊप्स? कुछ नहीं ऊप्स. आप करेक्ट बरोबर किया आपने. आज के तारीख में अपने देश में जो हो रहा है उसके हिसाब से आपने जो इन्फॉर्मेशन दिया है ये बहुत ही इंपॉर्टेंट है अपने नौजवानों के लिए. मेरे को तो लगता है कि आपने ऐसा इंटरव्यू दिया ना, वैसा एक प्रेस कॉन्फ्रेंस भी करो, उसमें भी जाके सबको समझाओ कि आप चड्डी पहनी थी वो दिन. देश की पीढ़ी कहाँ से कहाँ पहुंच जाएगी ये इन्फॉर्मेशन लेके. ഇയൊക്കെ അസൂയാണ്. പക്ഷെ ഞാനിത് അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. പരട്ടക്കളവ് എന്തൊക്കെ പറയുന്നത്. ഇവള് ജട്ടി ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായ തൊക്സ് എന്നാ അങ്ങനെ എന്തോ ഒരു പേരാണ്. ആ സാധനം ഇട്ടിട്ടുണ്ട്. ആ സാധനം ഇട്ട് അത് വലിച്ച് മേളിക്കയറ്റി വെക്കാൻ പറ്റും അത്രേ. അതെന്ത് സാധനമായിരിക്കും? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാധനം? എന്നാലും അതെന്തരാണെന്ന് അറിയാനായിട്ടൊരു കൺഫ്യൂഷൻ. ഞാൻ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തപ്പി ഈ തൊക്സ് എന്താണെന്നുള്ളത്. നമ്മൾ പോയി അതിനകത്ത് നോക്കിയാൽ ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും സമാധാനമായി. ഇനി ആ അപ്പാപ്പനെ അമ്മക്ക് ഓടിച്ചിട്ട് പിടിക്കണം. എന്നിട്ട് അയാളെടുത്ത് ചോദിക്കണം, എടാ പന്ന കിളവാ നീ എന്തിനടാ എൻ്റെ കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞത്? അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ തോന്നാത്തതാണ്. അത് നമുക്ക് മോശം പറയാൻ പാടില്ലല്ലോ. നല്ല രീതിയിൽ അവർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അഭിമാനമുള്ള സ്ത്രീയാണ്. എനിക്കവരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. How much short is actually short? क्या मेरे प्राइवेट पार्ट्स दिखे? अगर हम इस ग्लैमर इंडस्ट्री में आए हैं, हम फेमस होने के लिए ही आए हैं. मेरा फैशन स्टेटमेंट थोड़ा बोल्ड है या मुझे वैसे टाइप के कपड़े पहनना पसंद है, व्हाई नॉट? हमारी पुरानी एक कहावत है कि
खाना अपने पसंद का खाओ लेकिन कपड़े दूसरे के पसंद का पहनो। काफी लोग आपको राखी सावंत, शर्लिन चोपड़ा सबसे कंपेयर कर रहे हैं। मेरे साथ तो ऐसा है कि आप अच्छा बोलो, आप बुरा बोलो, लेकिन आप बोलो लव मी और हेट मी बट यू कांट इग्नोर मी। കള്ളത്തരല്ലേ പറഞ്ഞത്? ഇതിനകത്ത് നോക്കിക്കാണ് തൊക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അതിനകത്തിട്ടില്ല. ഇനി അതുപോലെ ഒട്ടിപ്പുവാണോ? അവൾ എന്തോ പറഞ്ഞെന്നറിയാമോ? എന്തോ ഒരു സുന ഇടും അത്രേ, അത് മേളിലിട്ട് പിടിച്ച് വെച്ചിരിക്കും അത്രേ, അത് നമുക്ക് കാണാൻ പറ്റത്തില്ലെന്ന്. ഇമാജിനേഷൻ ഉള്ളതാണോ? കൊള്ളാല്ലേ? വെറുതെ എന്തിനാ? എന്നാലും ഇവിടുത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലായിരുന്നു? ടെൻഷനായി ആകെ. പോട്ടെ. ഇനിയിപ്പോൾ ഷെഫീനെ ജട്ടിക്കഥ പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട, ഉള്ള കാര്യം നമ്മൾ എവിടെയും പറയും. എന്നാലും എൻ്റെ മോളെ, എൻ്റെ ഉടുപ്പുകൾ ഇതാരടി ഉണ്ടാക്കി തരുന്നത് ഇമ്മാതിരി? എന്തുവാ പൊളപ്പം വീസ്. ആമ്പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിച്ചൊരു കീറൽ, എന്നിട്ട് 4-5 തുന്നലും. ഈ സൈസ് ഡ്രസ്സ് വിട്ടോണ്ടിഞ്ഞ് നിന്നെ ഈ ഏരിയയിൽ എങ്ങാനും കണ്ട ഒന്നും പറയണ്ട. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നവർക്കാണ് ഇവിടെ അക്സെപ്റ്റൻസ്. ഹണി റോസിൻ്റെ കാലം പോയി. ഇനിയിപ്പോൾ ഇവളെ എങ്ങാനും കൊണ്ടുവന്നാൽ മതിയല്ലോ. ബോച്ച കണ്ടില്ലേ എന്തേനു? ബോച്ച ഇവളെ കണ്ടാൽ നമുക്കും ഇവളെ ഇവിടെ കാണാൻ പറ്റും. ഇവളെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ബോച്ച പ്ലീസ് ഒന്ന് കൊണ്ടുവരും. എനിക്ക് ഇവളോട് ഈ തൊക്കസ് എന്തരാണെന്നൊന്ന് ചോദിക്കണമെന്നൊരാഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തൊക്കസ് എന്തരാണെന്ന് അറിയുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു. പൊങ്കാലയിടല്ലേ പ്ലീസ്? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. എന്നെ പൊങ്കാലയിടല്ല, പാവമാണ് ഞാൻ. അവൾക്ക് എന്തൊരു ഫ്രീഡം നോക്കിയാണ്, എന്തൊരു വേണം ഇടാം. നമ്മളൊക്കെ ഇച്ചിരി പോലും തലയും നട്ടും എടുത്താൽ തന്നെ നമ്മൾ എന്തെല്ലാം പറയും. ഇഷ്ടമായി.